വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബ്ദമൊക്കെ ക്ലിയർ ആയിരിക്കില്ലേ? ഞാനേ ഇന്നലെ ഇതെന്താ ബാനറൊന്നും മാറ്റേണ്ടില്ല, ഞാൻ സംസാരിക്കാനൊന്നും വന്നതല്ല. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് 2 ദിവസം വലിയ പ്രയാസത്തിലായിരുന്നു നെറ്റ്. അപ്പൊ പിന്നെ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാവില്ല എന്ന് വെച്ചിട്ട് വരാതിരുന്നതാണ്, കരുതിക്കൂട്ടി വരാതിരുന്നു. അപ്പൊ മാഷാ അല്ലാഹ് ഇന്നലെയൊക്കെ ഗംഭീര ചർച്ചകള് രാത്രി ഇങ്ങനെ കേട്ടപ്പോഴേ വല്ലാത്ത പ്രയാസം തോന്നി. ഞാനിങ്ങനെ റേഡിയോയിൽ ഇങ്ങനെ വീക്ഷിച്ചു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട അൽ മുഅല്ലിം ഫോറം എന്ന ഐഡിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സഹരി ഉസ്താദ്, അതുപോലെ തന്നെ അബ്രജി, ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള നല്ലൊരു ചർച്ച. ഒന്ന് ഒച്ചപ്പാടൊന്ന് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അതുകൊണ്ട് മാത്രം വന്നാണ്. ബഹുമാനപ്പെട്ട ബാക്കവി ചേരി ഉസ്താദിനൊക്കെ കാണാനുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്തായാലും രാത്രിയൊക്കെ അതെ, രാത്രിയൊക്കെ ഇപ്പൊ മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ കുറവാണ്, വളരെ കുറവാണ്. കാരണം അവർ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ തയ്യാറാവണില്ല. അപ്പൊ അബ്രജിന്റെ ഒരു പുതിയ അഭിപ്രായം വന്നതാണ്. എന്ത്? അപ്പൊ നമുക്കൊന്ന് ഏതായാലും അവര് ചോദ്യം അവര് ചോദ്യം ചോദിക്കാൻ എന്തായാലും വരുന്നില്ലെങ്കിൽ നമുക്കിപ്പോ ഇനി എന്ത് ചെയ്യാം? ചോദ്യം ചോദിക്കാൻ തയ്യാറുള്ള ആൾക്കാരൊന്ന് നോക്കുകയും ചെയ്യുക, ആ വിഷയം ഒന്ന് കൈവെക്കുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു അഭിപ്രായവും കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വംശനാശാണ്. ഇപ്പം കണ്ടില്ലേ നിങ്ങള്, പുതിയ ഒരു കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു സംവാദം നടത്തി മുജാഹിദീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ജിന്നൂരിയും പല്ലൂരിയും കൂടിയിട്ട് ഇപ്പൊ ഒരു പുതിയൊരു സംവാദം നടത്തി. സ്ഥലത്തിന്റെ പേര് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? എന്താ കോഴിച്ചന, എന്തോ ഒരു ചനയിലൊക്കെ ആയിരുന്നു ആ സംവാദം നടത്തി. എനിക്ക് കോഴിച്ചനക്കാരനോട് ദേഷ്യം പിടിക്കണ്ട. കോഴിച്ചന സംവാദം നടത്തി നോക്കുമ്പോ എന്താ ഇപ്പൊ ഉണ്ടായത്? നല്ല രസമുണ്ട് ശരിക്കും. ഈ ചങ്ങാതി, ആ കക്ഷി ഉണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ഫൈസല് സക്കരിയാക്കളുടെ ആശയം അടുക്കി പൊളിച്ച് കൈ കൊടുത്തിക്കാണ്. സക്കരിയ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ നാശകോശം വരുത്തി ചങ്ങാതി എന്നുള്ളത്. കാരണം പറഞ്ഞത് മുഴുവനും സക്കരിയാന്റെ ആശയത്തിന് എതിര് പറഞ്ഞത് എന്നിട്ട് ആഘോഷിക്കുകയാണ് ഈ മണ്ടം മൗലവിമാരത്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി. കാരണം സക്കരിയാന്റെ ആശയം എന്താണോ ആ പറഞ്ഞ ആശയത്തിന് കംപ്ലീറ്റ് വിരുദ്ധം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇയാള് പറയാണ്, ഞങ്ങൾ ഇമാമിങ്ങള് ഈ നാസിർ സുല്ലമി ഒരു ചോദ്യം ചോദിച്ചു അയാളോട്. എന്താ ചോദ്യം? ഉതുബിന്റെ കഥ ഇബ്നു കസീർ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്, വലിയ വലിയ മഹാന്മാരുടെ കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോ നമ്മളോട് സുന്നി മൗലവിമാര് ചോദിക്കുമ്പോ നമ്മളെന്താ അത് പറയല്? അത് ലഈഫാണ്. ലഈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തി ആ ചർച്ച എന്നാ. ഓരോ വാദമാണ് കേട്ടോ, ലഈഫ് എന്നല്ല, ലഈഫാണെന്ന് അവരുടെ വാദാണ്, അവിടെ നിർത്തി ആ ചർച്ച. എന്നാ അതേപോലെ ഈ ആയിബാദുല്ലാഹി അഈനൂനി ലഈഫല്ലേ, എന്നാ പിന്നെ ചർച്ച അവിടെ നിർത്തിക്കൂടെ? പിന്നെ എന്തിനാ അതുകൊണ്ട് ശിർക്കല്ല മറ്റേത് ശിർക്കല്ല എന്ന് പറയാൻ നടക്കേണ്ട ആവശ്യം? ആ ഒരു ഹദീസിനെ പരിഗണിച്ചുകൊണ്ട് കട്ടൊന്നും ഇപ്പൊ കട്ടൊന്നുമില്ല. കട്ടുള്ള ആൾക്കാരെനിക്ക് ഇപ്പൊ ശരിക്കും തിരിയും. ശരിക്കും ശ്രദ്ധിച്ചോളൂ, എന്തിനാ നമ്മൾ ചർച്ച ചെയ്യണേ? അപ്പൊ ഈ മണ്ടം മൗലവി ഈ ഫൈസൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, അതെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്, ഇമാം നവവി അമൽ ചെയ്തിട്ടുണ്ട്, ഇമാം ബൈഹഖി ഇതുകൊണ്ട് തജ്രിബത്ത് കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഈ ഹദീസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല ചർച്ച ചെയ്യുന്നത്. ഈ ചങ്ങാതിക്ക് വല്ല തലയുണ്ടോ? എന്നാൽ ഈ യൂട്യൂബിന്റെ കഥ ഉണ്ടല്ലോ, ഇവർ പറഞ്ഞ നോണാന്ന് പറഞ്ഞ കഥ, ആ കഥ ആധാരമാക്കിക്കൊണ്ട് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ എന്താ പറഞ്ഞത്? വമിൻ അഹ്സനി മാ യഖൂലു മാ ഹകാഹുൽ ഖാദി അബു തയ്യിബ് വൽ മാവറദിയു എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത് തന്നെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് ഉദ്ദേശിച്ച് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ എത്തിയിരിക്കുന്ന വ്യക്തി പറയേണ്ട ഏറ്റവും നല്ല വാക്ക് തുബിക്കഥയിലുള്ള വാക്കാണ്.
വഹാബി ആശയപ്രകാരം കഥയിലുള്ള വാക്കാണ് പറയേണ്ടത്. എന്നാലോ അത് പ്രചരിപ്പിച്ച ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആശയം പരിഗണിക്കണ്ടേ? ആ കഥയിൽ യാ ഇബാദല്ലാഹി അഈനൂനി വഹാബി വാദപ്രകാരം ായിട്ടും ഇമാം നവവി റളിയല്ലാഹു ആശയം പരിഗണിക്കേണ്ടതല്ലേ? അത് പറ്റൂല. കാരണം അത് മരിച്ചവരെ വിളിച്ചുള്ള സഹായം എന്താത്താണ്? നാം മറ്റേ ജിന്നും മലക്കും ചെയ്ത്താനുമാണ്. അവിടെ പറ്റും, ഇവിടെ പറ്റൂല. ഈ ഒരാശയാണ് അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ യഥാർത്ഥത്തില് ഇവര് ഇമാമിങ്ങളെ അംഗീകരിക്കുന്നു, ഇമാമിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന്. എന്താ സുഹൃത്തെ അബൂ തമീം, എന്താണ് നിങ്ങളുടെ വിഷയം? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു വിഷയം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഡോന്നോ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ശരിക്ക് പൊളിച്ചടുക്കി കൈ കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ജിമ്മിലും ചെയ്ത്താനിലും ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ അണ്ണി മറിയാണ് വഹാബികള്. അങ്ങോട്ടേക്കും പോകാൻ വയ്യ, ഇങ്ങോട്ടേക്കും പോകാൻ വയ്യ, ഒരാളോട് ചോദിക്കാനും വയ്യ, ഒരാളോട് മറുപടി പറയാനും വയ്യ. ആ രൂപത്തിൽ അധപതനത്തിന്റെ നെല്ലിപ്പടിയിലാണ് വഹാബിസം ഇന്ന് നിലനിൽക്കുന്നത്. ഓക്കെ വിശ്വസിച്ച. അപ്പൊ ചോദ്യകർത്താക്കൾ അബൂ തമീം റൈസ് ഹാൻഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാവുന്നതും ചോദിക്കാവുന്നതാണ്. മൂപ്പർ എന്നോട് ചോദിക്കേണ്ട നമുക്ക് മൈക്കിലേക്ക് വരാൻ പറ്റുമെന്ന്. റൈസ് ഹാൻഡ് ചെയ്തോളൂ, വന്നോളൂ. ഒരൊറ്റ മിനിറ്റ് ആരെങ്കിലും ഒന്ന് മൈക്ക് എടുക്കും, ഞാൻ ഒന്ന് ഒരു കോൾ അറ്റൻഡ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ മൈക്കയില് വരും ഇൻഷാ അല്ലാഹ്. ആരാ മൈക്കയില് വരാൻ താല്പര്യപ്പെട്ടത്? ആരാ? അബൂ തമീമോ? പിന്നെ ഉസ്താദിന്റെ നെറ്റിന് പ്രത്യേകിച്ച് പയ്യോൾ ഉസ്താദിന്റെ നെറ്റ് കുറച്ച് വഴീഫാണ്. എപ്പോഴും നിങ്ങൾ ഉസ്താദ് മൈക്ക് എടുക്കുമ്പോ നേരിട്ട് അവിടേക്ക് പിഎം ചെയ്യുമ്പോ പിഎം കൂടിയാണ് ചെല്ലുമ്പോഴേക്ക് അത് വഴീഫ് ആയതുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ പിന്നെ അഡ്മിമാരോടൊക്കെ ചോദിച്ചിട്ടോ അവരെ അറിയിച്ചിട്ട് മൈക്കെടുത്ത് സംസാരിക്കാൻ ചെയ്യാം. ഉസ്താദ് വന്നാൽ റീസാൻ ചെയ്തോളിട്ടോ. ഉസ്താദിന് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മൾ ഈ വിഷയങ്ങൾ. ഉസ്താദ് വന്നു, ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അബൂ തമീം വന്നില്ലേ? അബൂ തമീം വന്നിട്ടില്ലേ? അബൂ തമീം വരാന്ന് പറഞ്ഞിട്ട് അബൂ തമീം എത്തിക്കാണുന്നില്ല. അബൂ തമീം റൈസാൻ ചെയ്തോളൂ. അബൂ തമീം ഡോട്ടോ പറച്ചോനെ. കീശേരി ഉസ്താദ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അബൂ തമീമിന് ഡോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കൊടുത്തു. മൂപ്പര് എന്തോ കാര്യമായിട്ട് മൂപ്പർക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ഡോട്ട് ഓക്കെ. അതാ കീശേരി ഉസ്താദ് ഡോട്ട് മാറ്റിയിട്ടുണ്ട്. റൈസാൻ ചെയ്തോളൂ. ഇനി റൈസ് ഹാൻഡ് ചെയ്യാലോ. മാഷാ അല്ലാഹ്. എന്താ നിങ്ങളെ പ്രശ്നം ചോദിച്ചോളി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ല ഉസ്താദ്, ഞാൻ രണ്ടു ദിവസം മുമ്പ് പിന്നെ മർക്കസിലെ മുടിയെ പറ്റി തന്നെ ആയിരുന്നു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്നു ഞാൻ പിന്നെ റസൂലുള്ളാഹിനെ പറ്റി നുണ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നില്ല വെച്ച് ഉസ്താദ് പ്രതികരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു പിന്നെ റസൂലുള്ളാഹിന്റെ ഹദീസ് എന്തെങ്കിലും നമ്മളില്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി എന്ത് നുണയാ പറഞ്ഞതെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞിരുന്നു റസൂലുള്ളാഹിന്റേതല്ലാത്ത ഒരു സംഗതി റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞാലും അത് നുണയല്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉസ്താദിനോട് ചോദിച്ചിരുന്നു. അതിനൊരു മറുപടി വ്യക്തമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി, അത് അങ്ങനെ പറഞ്ഞാലും നുണയാവില്ല എന്നുള്ളൊരു സംശയം അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അത് ശരിയാണ്. റസൂലുള്ളാഹിന്റേതല്ലാത്ത ഒന്ന് റസൂലുള്ളാഹിന്റേത് ആണ് എന്ന് പറയൽ നുണ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ റസൂലുള്ളാഹിന്റേത് അല്ല എന്നാരോ ഇവിടെ പറയുന്നത്. അത് ശരി. ഞാനൊരു കാര്യം പിന്നെ ഇത് എന്റേതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാ അത് നിങ്ങളതെല്ലാം നിങ്ങളല്ലേ പറയുന്നത്, എന്നെ അപേക്ഷിച്ചാൽ നുണയെന്നല്ലോ. ഞാൻ പറയുന്ന എന്നെ അപേക്ഷിച്ച് അത് നുണയല്ല.
പിന്നെ കേൾക്കുന്ന നിങ്ങൾ തീരുമാനിക്കല്ലോ നുണയാണ്. അതിനിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊന്നും മാർഗമില്ല സുഹൃത്തെ. ഈ നുണ എന്നുള്ളത് വാസ്തവ വിരുദ്ധമായി പറയുക എന്നുള്ള, അത് കുറെ ആളുകൾ ഒരു കാര്യം നുണയാണെന്ന് പറയലുകൊണ്ട് ഒരു വാസ്തവത്തെ നുണയാക്കാനോ ഒരു നുണയെ സത്യമാക്കാനോ സാധ്യമല്ല. നുണ എന്ന് പറഞ്ഞാൽ വാസ്തവ ഹഖീഖത്തുൽ അംറിന് എതിരായി സംസാരിക്കലാണ്. ഹഖീഖത്തുൽ അംറിന് എതിരായി സംസാരിക്കലാണ്. ആ നുണാന്ന് തീരുമാനിക്കൽ ആർക്കാ അധികാരമുള്ളത്? ഒരു കാര്യം വ്യക്തമായ ദലീലില്ലാതെ ഒരു കാര്യം അത് പിന്നെ ഈ ഒരു വ്യക്തിയോട്, ഇപ്പൊ എ പി ഉസ്താദ് മർക്കസ് അതൊക്കെ പോട്ടെ, അതൊന്നും മാറ്റി വെക്കുക, ആ ചർച്ചയൊന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയോട്, ഇപ്പൊ അബൂ തമീം എന്ന കക്ഷി ഒരു കാര്യം കൊണ്ടുവന്നു, ഒരു കാര്യം പറഞ്ഞത് അബൂ തമീമായി എന്ന ഒറ്റ കാരണം കൊണ്ട് അബൂ തമീം നുണയനാണ് എന്ന് അബൂ തമീമിന്റെ എതിരാളികൾ പറയലുകൊണ്ട് അബൂ തമീം പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ അബൂ തമീമിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്ന കാര്യമോ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ നിർവാഹമില്ല. മറിച്ച് എന്തുമാത്രം അബൂ തമീമിനാണ് അത് നുണയാണോ സത്യാണോ എന്ന് തിരിയുള്ളൂ. അത് അബൂ തമീമിനെ തിരിയുള്ളൂ, അത് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ ഇതൊക്കെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നവരെന്ന് പറഞ്ഞ പോലെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ശരിക്ക് ആ പറയുന്ന ആള് നുണയാണ് എന്ന് ഉറപ്പ് കിട്ടണേ, അയാളെ കൽബ് കണ്ട് പിന്നെ അറിഞ്ഞ് സംസാരിക്കാനുള്ള ആ ഒരു പവറിലേക്കൊക്കെ എത്തണം. അതൊക്കെ അബൂ തമീമും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും പറയാ, ഈ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. നുണയും സത്യവും തീരുമാനിക്കേണ്ടത് യാഥാർത്ഥ്യത്തിന് എതിരെ സംസാരിക്കുന്നു എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു കാര്യം നുണയും സത്യമാകുന്നത്. ഇപ്പോ ഞാനിക്കൊരു കാര്യം ഞാൻ പറയുന്നത് നുണയാകുമ്പോഴും അതിന്റെ പേരിൽ അദാബും ഇഖാബും എനിക്ക് ഉണ്ടാകുന്നതും എപ്പോഴാണ്? ഞാൻ ആ കാര്യം പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് വാസ്തവ വിരുദ്ധമായി സംസാരിക്കുമ്പോഴാണ്. അല്ലാത്ത കാലത്തോളം എന്റെ പേരിൽ അത് നുണയാണെന്ന് പറയാൻ നിർവാഹം ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അല്ലാതെ ആ ചർച്ചയിൽ കൂടുതലായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ബഹുമാനപ്പെട്ട അലി അൻസാരി ഉസ്താദ് വന്നിട്ടുണ്ട്. തൽക്കാലം ആദർശപരമായ വല്ലതും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ, ഇൻഷാ അല്ലാഹ് അതിന് മറുപടിയും പറയും. പിന്നെ ഇനിയിപ്പോ എ പി ഉസ്താദിന്റെ കയ്യിലുള്ള ശരിയായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം, അബൂ തമീമിനെ അപേക്ഷിച്ച് എ പി ഉസ്താദിന്റെ അടുത്തുള്ള വലിയ പിന്നെ ശരിയായിട്ട് അബൂ തമീമിന് എന്ത് കാര്യം? പൂച്ചക്കെന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം? മൈക്ക് കിട്ടുമെന്നോ? ഇത് പിന്നെ മൈക്ക് ഞാൻ എന്താ കുടി കൊണ്ടുപോകണ്ട? അബൂ തമീമെ എന്താ പറയണത്? അബൂ തമീം അലിയൻസാരി ഉസ്താദ് ക്ഷമിക്കണം ഉസ്താദ്, ഇപ്പൊ മൈക്ക് ഉസ്താദിന് തന്നെ തരും. അപ്പൊ ശ്രദ്ധിക്കുക, അബൂ തമീമെ എ പി ഉസ്താദിന്റെ അടുത്തുള്ള ലോകത്ത് എവിടെയെങ്കിലും ഉള്ള സത്യാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അബൂ തമീമിന് എന്താ കാര്യം? പൂച്ചക്കെന്ത് പൊന്നിരിക്കുന്നിടത്ത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷായർ മുബാറക്കാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അതുകൊണ്ട് ബർക്കത്തെടുത്താൽ അത് അഭൗതികമായ രീതിയിൽ ഗുണം പ്രതീക്ഷിക്കലാണോ അല്ല ഭൗതികമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണോ? അഭൗതികമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണെങ്കിൽ വഹാബിക്ക് അത് ശിർക്കാണ്. അതല്ല, പാനഡോളൊക്കെ കുടിക്കും പോലെ ഭൗതികമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണെങ്കിൽ വഹാബിക്ക് അനുവദനീയവും ആണ്. ഏതാണതെന്ന് ആദ്യം വ്യക്താക്കണം. ഏതാണത്? അഭൗതിക അല്ല ഭൗതികമായ രീതിയിലോ? അതുകൊണ്ടുള്ള ഗുണം പ്രതീക്ഷിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ തെറ്റിദ്ധരിച്ചല്ല. എന്തിനു തെറ്റിദ്ധരിക്കണം? ഞാൻ ഇതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. നമുക്ക് തെറ്റായ ധാരണ എന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെ ഇവിടെ ഉദിക്കണില്ല. ഞാൻ മൊത്തം പറഞ്ഞ വിഷയം ഇതാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ വിഷയത്തിൽ. കാരണം ഒരാളൊരു വിഷയം പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ആളാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് അത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. അത് നിഷേധിക്കാതിരിക്കാം, അംഗീകരിക്കണം എന്നത് നിർബന്ധമൊന്നുമില്ല. ഇത്രയേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് മൈക്കെടുത്തോളൂ, ഉസ്താദ് ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അലി അൻസാരി ഉസ്താദ് മൈക്കെടുക്കട്ടെ. അബൂ തമീം അതിനുശേഷം നിങ്ങൾക്ക് മൈക്കെടുക്കണോ എന്ന് ഉസ്താദ് പറയും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് വിശദീകരിച്ചു, അൽഹംദുലില്ലാഹ്. ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ അബൂ തമീം എന്ന് പറയുന്ന ഈ വ്യക്തി ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ആ ദുഷ്ടലാക്ക് അത് ശരിക്ക്
പൊളിച്ച് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് കയ്യിൽ കൊടുക്കുകയും ചെയ്ത് അവസാനം 50,000 ഉറുപ്പികയ്ക്ക് വിറ്റ മുടിയുടെ തെളിവ് സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ മുങ്ങിയ വ്യക്തിയാണ് ഇയാള്. അതിന് വ്യക്തമായൊരു മറുപടി അയാൾ പറയുന്നത് വരെ അയാൾക്ക് ഈ ക്ലാസ് റൂമിൽ മൈക്ക് കൊടുക്കാൻ പാടില്ല. ഇവിടെ നടക്കുന്ന നല്ല വിഷയങ്ങളെ തടയാൻ വേണ്ടി വെറും വൃത്തികെട്ട മനസ്സുമായി വന്നു കയറിയ മനുഷ്യനാണ് ഇയാളെന്ന് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ ക്ലാസ് റൂമിൽ അയാൾക്ക് ഇനി മൈക്ക് കൊടുക്കണമെങ്കിൽ 50,000 ഉറുപ്പികയ്ക്ക് വിറ്റ മുടിയുടെ തെളിവ് അവൻ പോയി കൊണ്ടുവരണം. ലോകത്ത് എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങളുണ്ടെന്നും ആധാറുണ്ടെന്നും സമ്മതിച്ച വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ വിറ്റ 50,000 ഉറുപ്പികയ്ക്ക് വിറ്റ മുടിയുടെ തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവൻ എവിടെ ആ തെളിവ് കൊടുക്കുന്നത്? എന്താ അതിന് മറുപടി പറയാതെ ഇയാൾ തിരിച്ചു പോയത്? അതുകൊണ്ട് അവനക്ക് ഇനി മൈക്ക് എടുക്കാൻ പാടില്ല. അയാൾക്ക് എടുക്കണമെങ്കിൽ ഈ 50,000 ഉറുപ്പികയ്ക്ക് വിറ്റ ആ മുടിയുടെ തെളിവ് കേൾവിക്കാരൻ ഉസ്താദിന്റെ മുന്നിൽ ആദ്യം കൊണ്ടു സമർപ്പിക്കണം. എന്നതിന്റെ ശേഷം പിന്നെ മൈക്ക് കൊടുത്താൽ മതി. ഇവിടെ അനാവശ്യമായി മൈക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത് എന്ന് ഇപ്പോഴും അവനക്ക് ആവശ്യമായ മറുപടി ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് മറുപടി കിട്ടിയാലും അബൂജാഹിലിന്റെ സ്വഭാവമാണെങ്കിൽ പിന്നെന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അവനെ ഇവിടെ അവന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ഇവിടെ അത് വേണമെങ്കിൽ ഈ 50,000 ഉറുപ്പികയ്ക്ക് വിറ്റ മുടിയുടെ തെളിവ് ആദ്യം ഇതാ ഞങ്ങൾ വിറ്റ മുടിയുടെ തെളിവ് ഇന്നതാണെന്ന് ആ സനത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദിന്റെ മുന്നിൽ സമർപ്പിക്കട്ടെ. ഉസ്താദ് വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ആ സമയമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ കൃത്യമായി ആ വിഷയം അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നാണ് മുങ്ങിയതാണ്. അതുകൊണ്ട് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തേണ്ട. വേറെ ഉസ്താദ് പറഞ്ഞു തന്നിരുന്ന ആ വിഷയങ്ങളുമായി പയ്യോളി ഉസ്താദ് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിന്റെ ആ സംസാരത്തിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. അത് ഫിത്തനാക്കാൻ വേണ്ടിയാണ് എന്റെ ഇടയിൽ പിന്നെയും കയറി വന്നത്. അപ്പൊ അതുകൊണ്ട് അവനക്ക് മൈക്ക് കൊടുക്കരുത് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പോയി പണിയൊക്കട്ടെ, എന്നെ എവിടെയും പോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോളി ഉസ്താദ് കേൾക്കുന്നില്ല? ഉസ്താദ് വന്നോളി. ഉസ്താദ് പറഞ്ഞ വിഷയം കുറച്ചും കൂടി സമയം ഷാക്കർ ഉസ്താദ് വരാനായിക്കാണോ? ഉസ്താദ് ഡെസ്കിൽ ഉണ്ടാവോ? ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് വന്നോളി. ഷാക്കർ ഉസ്താദേ, ഉസ്താദ് വരാനായിട്ടുണ്ടാവും. എന്നാലും ഉസ്താദ് ഇല്ലെങ്കിൽ പയ്യോളി ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ഉസ്താദും പോയാ? 12 മിനിറ്റ് ഉണ്ട് അഞ്ഞുമാക്കി. എന്നായിക്കോട്ടെ, ഉസ്താദ് വന്നോളി. പയ്യോളി ഉസ്താദ് കേൾക്കുന്നില്ലേ? പയ്യോളി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് നല്ലൊരു വിഷയം പറഞ്ഞ മാതിരി അലിയൻസാർ ഉസ്താദ് പറഞ്ഞതുപോലെ നല്ലൊരു വിഷയം പറഞ്ഞ് പഠിക്കുന്ന സമയത്താണ് ആ ബാർബർ കയറി വന്നത്. അങ്ങനത്തെ ഓരോ വിഷയങ്ങളായിട്ട് ഉസ്താദ് കേൾക്കുന്നില്ലതുകൊണ്ട് കിഷോർ ഉസ്താദ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ എന്നാല് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടിയൊന്നുമില്ല ഉസ്താദ്, ഫ്രീ ടൈമാണ്. ആ ടൈമാണ് കണക്കാക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് 10 മിനിറ്റ് 12 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് എത്തി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ടതൊന്നുമില്ല. ഉസ്താദ് റൈസ് സെൻഡ് ചെയ്ത് ഉസ്താദ് വരും. പയ്യോ ഉസ്താദ് എത്തി. ഉസ്താദെ ഒന്ന് 10 മിനിറ്റ് ഒന്ന് ഉഷാറാക്കി നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലിയൻസാരി ഉസ്താദ് മൈക്ക് എടുത്തപ്പോ എനിക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു ഉസ്താദ് കുറച്ചു നേരം തുടരുന്നതാണ്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ ജിന്നിലും ഇൻസിലും ഇങ്ങനെ കുടുങ്ങിയിട്ട് വഹാബികൾ ഇങ്ങനെ നട്ടം തിരിയാണ്. ആ ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ ജിന്ന് അടിച്ചിറക്കൽ ചികിത്സ, അതുപോലെ തന്നെ ഫസലുർ റഹ്മാന്റെ എന്ത് ചികിത്സയാണ്, അതുപോലെ തന്നെ അണ്ടർവെയർ ചികിത്സ, ഇങ്ങനെ അഭൗതികമായ രീതിന്റെ ഒരു കൊത്തളായി മാറിയിട്ടുണ്ട് വഹാബിസം. നിങ്ങൾ ആലോചിക്കുക, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ. 4 കൊല്ലം മുമ്പ് ഈ ചെങ്ങൾക്ക് കണ്ണേറ് എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ രൂപത്തിൽ
ായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കണ്ണേറുണ്ട്, അതൊരു ഹക്കാണ് പോട്ടെ. ആ കണ്ണേറിനുള്ള ചികിത്സ അണ്ടർവെയർ കഴുകിയിട്ടാ ആ രൂപത്തിലാണ്, ആ നവോത്ഥാനാണ്. പിന്നെ ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ തന്നെ പാടേ നിഷേധിച്ചിരുന്നു. അത് വൈറസ് ആണ്, അത് ബാക്ടീരിയ ആണ്. അത് എന്തിനേറെ പറയണ നിങ്ങൾ അറിയോ? ഇൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിക്കുന്ന നാട്ടാളന്മാര്. ജിന്ന് എന്ന് പറഞ്ഞാലോ അത് ആദിവാസികള്. വഹാബി മൗലവിമാരെ കണ്ടുപിടുത്തം എത്ര അറിയോ? ആദിവാസികളാണ് ജിന്ന്, അഥവാ കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളന്മാര്. നാട്ടിൽ ജീവിക്കുന്ന നാട്ടാളന്മാർക്കാണ് എന്ത് പറയാ? ഇൻസ്. ഈ ഒരു രൂപത്തിൽ ജിന്നിനെ പോലും നിഷേധിച്ചിരുന്ന ആളുകൾ ഇപ്പോ ജിന്ന് ചികിത്സ, ജിന്ന് അടിച്ചിറക്കൽ ചികിത്സ പോലും ആരംഭിച്ചു. ഈ ഒരു അവസ്ഥയാണ് ഇറ്റിങ്ങൾക്കുള്ളത്. ഇവരെ ആശയത്തിന്റെ കോല ഇപ്പൊ കാണുന്നത്. ഞാനൊരു ചെറിയൊരു കിസ് പ്രോഗ്രാം നടത്തിയാണ്. ആർക്കാ മറുപടി അറിയാൻ പറ്റുക? ഈ ജിന്നടിച്ചിറക്കൽ ചികിത്സ ഇവര് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആര്? വഹാബി മൗലവിമാര് ജിന്നടിച്ചിറക്കൽ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് അടിച്ചിറക്കിയ ക്ലിപ്പൊക്കെ ഇവിടെ ഉണ്ടാവും. ഒരു കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തിയ മൗലവി ആരാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? അത് പറയും. വഹാബി മൗലവിമാരിൽ ആദ്യമായിട്ട് ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തിയ വഹാബി മൗലവി ആരാണേൻ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരടിക്കണ്ട. അല്ലല്ല, മാനം പോവും. ഉസ്താദുമാരടിക്കണ്ട. ഞാന് ആ ഇബാറത്ത് ഇങ്ങനെ നോക്കി വെക്ക്. ആ ഇബാറത്ത് ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അതിന്റെ ഇടയില് ആരാണ് ആദ്യമായിട്ട് ജിന്ന് അടിച്ചിറക്കൽ ചികിത്സ നടത്തിയെന്ന് അറിയാവോ എന്നാ ഞാൻ ചോദിച്ചത്. ഏറ്റവും ചോട്ടെ അതിന്റെ ഇടയ്ക്ക് ഇബാറത്ത് നിന്ന് എടുത്തോട്ടെ, ഒന്ന് ക്ഷമിക്കണം. നല്ല രസമുണ്ട്. ഒരൊറ്റ മിനിറ്റ്. കേട്ടോളി. ആരാണ് അടിച്ചത് നിങ്ങള്? ആദ്യമായിട്ട് ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തി. ഇപ്പോഴാണ് ഞാൻ ഇത് നോക്കണേ. അടിച്ചിറക്കി ആരാറിയോ? ഷെയ്ഖ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യാണ് ആദ്യമായിട്ട്. ഡോക്ടർ സുബൈറല്ല, ശിഷ്യനല്ലേ ഇബ്നു തൈമിയ്യ. മൂപ്പരാണ് ആദ്യമായിട്ട് ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തിയത്. എങ്ങനെ അറിയോ? പറച്ചോനെ, ഈ ചില്ലറ പരിപാടി ഒന്നല്ല. ജിന്നടിച്ചിറക്കൽ ചികിത്സ മൂപ്പര് നടത്തിയത് എവിടെയാ അടിച്ചേ അറിയോ? അടിച്ച സ്ഥലം അറിയോ ആർക്കെങ്കിലും? പെരടിക്ക്, നമ്മളെ കൊരവള്ളിക്ക് അടിക്കാൻ അറിയില്ല? കൊരവള്ളി, കൊരവള്ളിക്ക് കൊടുത്തു. എത്രത്തോളം അറിയോ? കജ്ജ് തളരോളം തല്ലി. മൂപ്പരെന്നെ പറയാണ്. ഇതാരാ പറഞ്ഞത്? നമ്മളെ ഇതിനുള്ള കയ്യിന്ന് പറയാണ്. പിന്നെ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അറിഞ്ഞ വിഷയാണിത്. കൊരവള്ളിക്ക് കൈ തളരോളം തല്ലിയത്രേ. കേട്ടോലോ. فحدثني أنه قرأها مرة في أذن المصروع فقالت الروح نعم. ഇങ്ങനെ പോയിട്ട് فأخذت له عصا وضربته بها في عروق عنقه حتى كلت يداي من الضرب ولم يشك الحاضرون أنه يموت لذلك الضرب وفي أثناء الضرب قالت أنا أحبه. ജിന്നടിച്ചിറക്കൽ ചികിത്സ ആരംഭിക്കാൻ പോവുകയാണ്. ആരെ? വഹാബി മൗലവിമാരുടെ ജിന്നടിച്ചിറക്കൽ ചികിത്സയാണ്. ചില്ലറ പരിപാടിയൊന്നല്ല. ഒറ്റ മിനിറ്റ്. മൂപ്പര് പറയാണ്, കേട്ടോളി. ഇതിന് വലിയ ഫയലായതുകൊണ്ട് ഞാനൊരു വടിയെടുത്തു കൊടുത്തു, അതുകൊണ്ട് അടിച്ചു. ഫി അറൂഖി ഉനുഖിഹി, പെരടിയിലുള്ള ഞരമ്പുമ്മല്. ഹത്താ കല്ലത്തിയതായ, എന്റെ രണ്ട് കൈയും തളരുന്നത് വരെ മിനല്ലർബി, അടിച്ചിട്ട് തളർന്നു എന്റെ കൈ രണ്ടും. ആ രൂപത്തിൽ ഞാൻ അടിച്ചു. ആരെ? പിശാചി കൂടിയിരിക്കുന്ന ആളെ. വലം യശുക്കിൽ ഹാലിറൂന, ജനങ്ങളൊക്കെ ഓർക്ക് സംശയം പോലും വന്നു. അന്നഹു യമൂത്തുലി ദാലിക്കല്ലർബി, പാർച്ചൻ ഇങ്ങനത്തെ അടി കിട്ടിയ ആള് വടിയാവുമല്ലോ.
ആള് വടിയാവുമല്ലോ പഠിച്ചോനെ. ഫഫി അസ്നാഇൽ ലർബി, തല്ലുന്നതിന്റെ ഇടയിലെ കാലത്ത് ഈ പിശാച് പറയാണ്, അന ഉഹിബ്ബുഹു, എനിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടമാണ്. പണ്ടൊക്കെ കേട്ട് കേൾവിയല്ലായിരുന്നോ? പ്രേതബാധ കൂടി ആളെടുത്ത് പോയിട്ട് ഉസ്താദ് ഡാ ഇറങ്ങടാ, ഞാൻ ഇറങ്ങൂല ഇറങ്ങൂല്ലേ? ഞാൻ ഇറങ്ങൂല. എന്താ എനിക്ക് അറിഞ്ഞാല് ഇങ്ങനെ ചോദിച്ചു കണ്ടുള്ള ചികിത്സാ രീതി നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു മുമ്പ്? പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളക്കരയിലൊക്കെ ഈ ചികിത്സാ രീതി ഖുറാഫാത്ത്, അത് ഖുറാഫികളെ ഖുറാഫാത്താണ്, അങ്ങനെയാണ്, അത് മൗലവിമാർക്ക് വയറിറക്കാനാണെന്ന് പറഞ്ഞിരുന്ന മൗലവിമാരുടെ വലിയ ഉസ്താദ് ചെയ്ത പണിയാപ്പത്. ഇത് തല്ലുന്നതിന്റെ ഇടയിൽ ഈ ജിന്ന് കൂടി ആള് പറയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടാണിത്. ഫഖുൽതു ലഹാ, ഇബ്നു തൈമിയ്യ പറയാ, ഞാൻ പിശാചിനോട് പറഞ്ഞു, ഹുവലാ യുഹിബ്ബുക്, ഓരിന്നെ ഇഷ്ടമില്ലല്ലോ. കാലത്ത് ഉരീദ് അൻ അഹജ്ജ ബിഹി, എനിക്ക് ഓന്റെ കൂടെ ഹജ്ജിന് പോകാൻ വലിയ പൂതിയുണ്ട്. ഫഖുൽതു ലഹാ ഹുവലാ യുരീദു അൻ യഹജ്ജ മഅക്, അവൻ ഇന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമില്ല, പിന്നെ എന്തിനാ ഓന്റെ കൂടെ പോകാൻ നിൽക്കണേ? അവൻ ഇന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ. എങ്ങനെ പോയിട്ട് പറയാണ്. എന്നാ ഫഖാല അത് കറാമത്തല്ലക്ക, ഈ പിശാച് പറയാണ്, എന്നാൽ ഇബ്നു തൈമിയ്യ എങ്ങനെ വലിയ മഹാനാണല്ലോ, ഇങ്ങളെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇയാളെ ഒഴിവാക്കാം. അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞു, കൊൽത്തില്ല, അത് വേണ്ട, വലാക്കിൻ താഅത്തൻ ലില്ലാഹി വലി റസൂലി, അള്ളാഹും റസൂലിനും ഭയപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി, എനിക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കാൻ നിൽക്കണ്ട. കാലത്ത് അന അഖ്റുജു മിൻഹു, എന്നാ ഞാൻ പുറത്തേക്ക് പോകാന്നത്. കാല ഫഖഅദൽ മസ്റൂഉ, ഈ ബാധിച്ച ആള് എഴുന്നേറ്റ് കുത്തിയിരുന്നു. യൽതഫിത്ത് യമീനം വശിമാല, വലത്തോട്ട് ഇടത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിരുന്നു. വഖാല മാ ജാഅ ബി ഇലാ ഹളറത്തി ശൈഖ്, എന്തിനാ ശൈഖ് ഇബ്നു തൈമിയ്യന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്ന്? ഇയാൾ എഴുന്നേറ്റ് കുത്തിനിട്ട് ചോദിക്കുകയാണ്. ആര്? പ്രേതം ബാധിച്ച ആളെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ചോദിക്ക, അല്ല നിങ്ങൾ എന്തിനാ ശൈഖ് ഇബ്നു തൈമിയ്യന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്ന്? ഖാലൂ വഹാദൽ ലർബു കുല്ലു, ഇത്ര അടിച്ചിട്ടും ഇജ് വിവരമൊന്നും അറിയില്ലേ? ഇത്രയും അടി കിട്ടിയിട്ട് ഇജ് വിവരമൊന്നും അറിയില്ലേ? ഇന്ന് എന്തിനാ കൊണ്ടുവന്നെന്ന്? ഫഖാല വഅലാ അയ്യി ശൈഇൻ യൽറബിനി ശൈഖു, എന്തിനാണ് എന്നെ ശൈഖ് എന്നെ അടിച്ചിട്ടുള്ളത്? വലം അതിനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മൂപ്പർക്ക് അറിയില്ല. വലം യശ്ഉർ ബി അന്നഹു വഖഅ ബിഹിൽ ലർബു അൽബത്ത, തീരെ അടി കിട്ടിയ വിവരം തന്നെ മൂപ്പർ അറിഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ ജിന്ന് ചികിത്സ മുമ്പേ നടത്തിയിട്ടുണ്ട്. ആര്? ശൈഖ് ഇബ്നു തൈമിയ്യ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇത് ചില്ലറ പരിപാടിയൊന്നല്ല. ഞാനേ എത്ര പ്രാവശ്യമാണ് ജിന്നറക്കാൻ പോയതെന്നും ജിന്നറക്കിയ സംഭവമായിട്ട് ബന്ധപ്പെട്ടതെന്നും എനിക്കെന്നെ അറിയില്ല. വലം ഇല്ലല്ലാ, അള്ളാഹ്ക്കല്ലാണ്ട് അറിയൂല. ഞാൻ ഈ അടിച്ച് ചികിത്സയും ജിന്നറക്കൽ ചികിത്സയും അതിന് സാക്ഷ്യം വഹിച്ചതും എന്റെ അറിവിൽപ്പെട്ടത് എത്ര ഉണ്ടെന്ന് അള്ളാഹുവിനല്ലാതെ കയ്യും കണക്കില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലുള്ള വഹാബിയൊക്കെ ഇപ്പോഴാ തുടങ്ങിയത് എന്ന് മാത്രം. ഇവര് തുടങ്ങിയപ്പോഴോ പിടുത്തം വിട്ട പരിപാടിയായി. ഇവരൊക്കെ വടി കണ്ട അടിക്കുക കണ്ടില്ലേ? വടി കൊടുത്തു ഇബ്നു തൈമിയ്യക്ക്, അടിക്കാൻ വേണ്ടി തല്ലാൻ വേണ്ടി വടി കൊടുത്തു. ഇവരൊക്കെ തല്ലിയത് വടിയണ്ട. കാരണം കേരളത്തിൽ സുന്നിയോടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വടിയണ്ടെന്ന് ഓല് പറയുന്നുട്ടോ, എനിക്കറിയില്ല, ഞാൻ ഇതിനൊന്നും സാക്ഷിയല്ല. അവര് പറയുന്നു, നമ്മുടെ ജമീൽ ടീച്ചർ എന്നല്ലേ, എടവണ്ണ ടീച്ചർ അല്ലായിരുന്നു പറഞ്ഞത്, ഏത് പണ്ട് ഖുറാഫികൾ ചെയ്തിരുന്നു മൗലവിമാര്, ഓലൊക്കെ തല്ലൽ വടിയുണ്ടാണ്. ഇവരതെല്ലാം നഗ്ന കരങ്ങളെ കൊണ്ടാണ്. അതും പെണ്ണിന്റെ എവിടെയാ തല്ല, കൊരവള്ളിക്കൊന്നും ഇവര് തല്ലുക. ഇവര് തല്ലൽ നഗ്ന മേനിയിൽ, അതന്നെ നഗ്ന മേനിയില് മാവൈന സുറത്തി വർറുക്കുബ, അതാണ് ഇവരെ പരിപാടി. മാവൈന സുറത്തി വർറുക്കുബയാണ്. അതെങ്ങനെ? നഗ്ന കരങ്ങളെ കൊണ്ട് 10, 16, 17 വയസ്സുള്ള ടീച്ചർമാര് വെച്ച് പൂശും. ഇതന്നെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരാശയം പോയ കോലം നോക്കി. ഇതെപ്പോഴാ ഇങ്ങനെ മാറ്റം പറ്റിയത്? മാറ്റം പറ്റിയത് എപ്പോഴാ അറിയോ? അടിസ്ഥാനം ഇല്ലാത്തൊരു മുമ്പ് നിങ്ങൾ പറഞ്ഞതൊന്നും അടിസ്ഥാനം ഇല്ലായിരുന്നു. ഇപ്പൊ അടിസ്ഥാനം ഉണ്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങേണ്ടി വന്നു നിങ്ങൾക്ക്. കാരണം എന്തുകൊണ്ട്? ഇതിനു മുമ്പ് നിങ്ങൾ ഹദീസും കണ്ടിട്ടില്ലായിരുന്നു, ആയത്തും കണ്ടിട്ടില്ലായിരുന്നു. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഹാദൻ നൗഉ മിനസ് ശർഇ വഇലാജുഹു ലാ യുൻകിറുഹു ഇല്ലാ ഖലീലുൽ ഹല്ല് മിനൽ ഇൽമി വൽ അഖ്ലി വൽ മഅരിഫ. ഇങ്ങനെ ജിന്നിന് ബാധിക്കലുണ്ട്, ആ ബാധിക്കുന്നതിന് ചികിത്സയുണ്ട് അല്ലേ? ബാധിക്കുന്നതിന് ചികിത്സയുണ്ട്. ഇങ്ങനെ അടിച്ചികിത്സയൊക്കെ ഉള്ള തന്നെയാണ്. അതിനെ നിഷേധിക്കുക ആര് മാത്രമേ ഉള്ളൂ? വിവരമില്ലാത്ത മരപ്പൊട്ടന്മാരായ സലാം മൗലവിയും കൂട്ടരും, അതുപോലെ തന്നെ AR സലഫിയും കൂട്ടരും, അതുപോലെ തന്നെ ഇപ്പറം സക്കരിയ സലാഹിയും കൂട്ടരും ഇവരൊക്കെ നിഷേധിച്ചിരുന്നു. എല്ലാവരും നിഷേധിച്ചിരുന്നു. ആരും നിഷേധിക്കാത്ത ഒപ്പന്മാരൊന്നുമില്ല.
ബുഖാരിയിലുള്ള ഹദീസ് പോലും നിഷേധിച്ചിട്ടില്ലേ? ആര്? ഇപ്പൊ വലിയ മൂപ്പനായിട്ട് നടക്കുന്ന ഈ സക്കരിയ സലാഹി മാബൈന ദിഫത്തൈനി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഏത്? 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നും സ്വീകാര്യമാണെന്നും ഇവിടെ ആർക്കും വാദമില്ല. ബുഖാരിയിലുള്ള സർവ്വ ഹദീസും സുസമ്മതമായി സ്വീകരിക്കണമെന്ന ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പോലും പറഞ്ഞ് ബുഖാരിന്റെ മേലെ കയറിയ ആളാ ഇവര്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും സലാം സുല്ലമിന്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചാൽ ഇവൻ വലിയ കാര്യപ്പെട്ട ആളാണല്ലോ, അൽ ആലിമുൽ അല്ലാമ. കാരണം ബുഖാരിയൊക്കെ നിരൂപിക്കല്ലേ അല്ലേ? ബുഖാരിയൊക്കെ ഓരോ ആലിമുൽ അല്ലാമയും തേങ്ങാക്കോലിയൊന്നല്ല ഇവര്. ഇവരൊക്കെ എന്താ അറിയും? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറിച്ച്. ഇവര് ഷിയായിസം പ്രചരിപ്പിക്കാനല്ലേ ലക്ഷ്യം. കാരണം ഞാൻ കിതാബിന്റെ പേരൊന്നും പറയണില്ല, കാരണം കുറച്ച് തിരിയുന്ന ആൾക്കാർ പിന്നെ കിതാബ് ഡൗൺലോഡ് ചെയ്യാൻ നടക്കണ്ടല്ലോ. അതുകൊണ്ട് കിതാബിന്റെ പേരൊന്നും ഞാൻ പറയണില്ല. എന്താ അറിയാ? ഷിയാക്കളുടെ കിതാബ് വായിച്ചിട്ട് ആ ഷിയായിസം കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാണ് ഈ ആധുനിക ഈ വിഭാഗക്കാരനായ സലാം സുല്ലമീൻ കൂട്ടരും. നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ഓരോ ഹദീസും ഷിയാ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ എനിക്ക് പറ്റും. വെറുതെ അറിയല്ലത്. ഇതിനൊക്കെ പണ്ഡിതന്മാര് റദ്ദ് എഴുതിയും കഴിഞ്ഞതാ. അത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളിത് കണ്ടിട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ മൂപ്പര് ഇറങ്ങിയ ഞാൻ മുമ്പേ പറഞ്ഞു ഇത് ഷിയായിസാണ്, ഇതിന്റെ അസല് ഷിയായിസത്തിലാണ്. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ചേകന്നൂരല്ല, അങ്ങ് ചേകന്നൂരാന്ന് പറയാൻ പാടില്ല. സലാം സുല്ലമിനെയും കൂട്ടരെയും ചേകന്നൂർ എന്ന് പറയാൻ പാടില്ല. കാരണം ചേകന്നൂർ ഹദീസ് തീരെ സ്വീകരിക്കാത്ത ആളാ. ഇവരെ ഹദീസ് സ്വീകരിക്കുമെന്ന് പറയും, അത് ഷിയാക്കളെ മാതിരി. പക്ഷെ ബുഖാരി ഇമാമിനെ പച്ചേല് മുശ്രിക്ക് കാഫിറാക്കിയ ആൾക്കാരാണ് ഷിയാക്കള്. ഇമാം ബുഖാരി റഹിമഹുല്ലാനെ പച്ചയിൽ കാഫിറ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സഹാബത്തിൽ സഹാബത്തിനെയും കാഫിറാക്കിയ ആൾക്കാരാണ്. ബഹുഭൂരിപക്ഷം സഹാബത്തിനെയും കുഫർ ചാറ്റിയ ആൾക്കാരാണ് ഷിയാക്കള്. ആ ആശയം കേരളത്തിൽ കൊണ്ടുപോയി കൂത്തുകാർക്കാൻ നോക്കുക ഇവര്. ഇതിന്റെ എല്ലാറ്റിന്റെ അടിസ്ഥാനം അങ്ങോട്ടേക്കാണ്. ഇനിയിപ്പോ ഒരു സിഹർ വിഭാഗം വരാനുണ്ടല്ലോ, അവര് പോകുന്ന എങ്ങോട്ടേക്കാ? ഷിയായിസത്തിലേക്ക് അല്ലേ? ഈ നമ്മളെ മറ്റെന്താണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഹദീസ് നിഷേധിച്ചിട്ടില്ലേ? ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസിനെ കളിയാക്കിയ ആളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. കാരണം ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്, വെറുതെ അല്ല. പാച്ചയില് കളിയാക്കുക. എന്തിനെ? മുത്തഫഖ് അലൈഹിയായ ഹദീസിനെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാഖായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ കേരളക്കരയില് ഇങ്ങനെയുള്ള ഈ ഷിയായിസത്തിന്റെ ഇവരുടെ നേതാക്കന്മാരുടെ മുൻഗാമികൾ മുഴുവനും ഷിയാക്കളാ. കാരണം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ ഇവർക്ക് വെളിച്ചം വീശിയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറെ ആൾക്കാരെ. ആ നേതാക്കന്മാരത്രയും ബഹുഭൂരിപക്ഷവും ഷിയ മുതഅസ്സിബീങ്ങളാണ്, പക്ഷപാതികളാണ്. നിഷേധിക്കാൻ കഴിയില്ല. ആ ഷിയായിസം അന്നൊന്നും ഇവർക്കിങ്ങനെ തലപൊക്കി പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ തലപൊക്കാൻ തുടങ്ങിയ ഷിയായിസം ഇനി പൂർണ്ണമായും വഹാബിസം ഷിയായിസത്തിൽ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ കേരളക്കരയിൽ വിദൂരല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ തടി രക്ഷപ്പെടുത്തിക്കോളേ. പച്ചയിൽ ഷിയ ആകാൻ പോവാണ് ഇറ്റുകള്. ചില്ലറ കളിയൊന്നല്ല കളിക്കാൻ പോണ്. കാരണം ലോകത്ത് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ല മഹാനവർകൾ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ചുരുക്കം അൽ അദ്കാർ, മഹാനായ ഇമാം നവവി തങ്ങളുടെ അദ്കാറെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം നിങ്ങള്. മഹാനവർകള് ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മഹാനവർകൾ അവസാനം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? അന്ന മാഫി സഹീഹൈനി ഫഹുവ സഹീഹുൻ. ബുഖാരിയിലും മുസ്ലിമിലുള്ളത് മുഴുവൻ സഹീഹാണ്, അതിനെതിരെ അഭിപ്രായം പറയാൻ അവകാശമില്ല. ഇമാം നവവി റഹിമഹുല്ല വളരെ വ്യക്തമായി രേഖപ്പെടുത്തി അന്ന മാഫി സഹീഹൈനി ഫഹുവ സഹീഹുൻ. ഓലൊന്നും കാണാത്ത ഹദീസുമായിട്ട് നിങ്ങൾ നടക്കുന്നത്. അത് നിഷേധിക്കുക, ഇത് നിഷേധിക്കുക. പക്ഷേ പറയാണ് 200 ഹദീസ് വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അവർക്ക് തോന്നി, അവരുടെ ബുദ്ധിക്ക്, അവരുടെ യുക്തിക്ക് യോജിക്കാത്തത് എന്തുണ്ടോ അത് മുഴുവൻ തള്ളിക്കളയാ. ആ ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ജിന്നു നിഷേധം, അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നിഷേധങ്ങള് വഹാബികളിൽ തലപൊക്കി തുടങ്ങിയത്. ഏത് കാര്യത്തെയും കണ്ണടച്ച് നിഷേധിക്കുക. ആദ്യം നിഷേധം. നിങ്ങൾ നോക്ക്, ഇന്നലെ ചർച്ച ചെയ്തു യുക്തിവാദികളുടെ അടിസ്ഥാനം എന്താ?
നിഷേധം, എല്ലാം നിഷേധം. ഞാനൊരു യുക്തിവാദിയായിട്ട് ഇന്നലെ സംസാരിച്ചു, പിന്നെ നല്ല രസകരമായ കുറെ നേരം ചർച്ച ചെയ്തു. എന്താ ചർച്ച? നിഷേധാണ്. കാരണം ദൈവം ഉണ്ടോ ഇല്ലയോ? ഈ ഒരു ചർച്ചയിൽ ആദ്യം തന്നെ ഇവർ പറയുന്നു ദൈവം ഇല്ല, നിഷേധിക്കുക. ചോദിച്ചു എന്തുകൊണ്ട് ദൈവം ഇല്ല, ഈ ലോകത്തിന് എന്തുകൊണ്ടൊരു സൃഷ്ടാവില്ല, സൃഷ്ടാവ് ക്രിയേറ്റർ ഇല്ല, അതിന് നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു, അതിന്റെ യുക്തി എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു ഞങ്ങളിത് കണ്ടിട്ടില്ല, അത് ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പൊ തെളിയിക്കപ്പെടാത്ത മുഴുവൻ കാര്യങ്ങളും നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോ ചൊവ്വാഗ്രഹം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചൊവ്വാഗ്രഹം ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങൾക്ക് പുറമെ വേറൊരു ഗ്രഹങ്ങളില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, നാളെ കണ്ടുപിടിച്ചാൽ ഉണ്ടാവും. അപ്പൊ നിഷേധിക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് നിഷേധിക്കുന്ന യുക്തിയല്ല, അത് യുക്തിയുടെ വാദത്തിന് എതിരാണ് എന്ന് പറഞ്ഞപ്പോ അതില്ല, ഇല്ല എന്ന് തന്നെ തികച്ചു വരും. അപ്പൊ വീണ്ടും ചോദ്യം, പിന്നെ ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെയാ ഉണ്ടായത്? ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, ഇതിന്റെ ക്രിയേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്. ഈ പ്രപഞ്ചം പിന്നെ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായിരുന്ന മഹാവിസ്ഫോടനം, നല്ല ഓമന പേരുള്ളൊരു സംഭവമാണ്. മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി. അത് ശരി, മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചത്തിനെ ഉണ്ടായി. അത് ഉണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. ഇൻഫിആലാണ് സംഭവം. അത് മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായത്. ഞാൻ ചോദിക്കുക, അല്ല എന്താ ഈ മഹാവിസ്ഫോടനം? അന്നേരം ഒരു വലിയ മൗലവി, ഓല കൂട്ടത്തിലുള്ള വലിയ മൗലവി കേട്ടോ, യുക്തിവാദികളുടെ കൂട്ടത്തില് മുജാഹിദീങ്ങളെ പോലെ വലിയ വലിയ മൗലവിമാരൊക്കെ ഉണ്ട്. വലിയ മൗലവി മഹാവിസ്ഫോടനം, ബിഗ് ബാങ് ആ തിയറി പഠിപ്പിക്കുകയല്ല. എന്താ പഠിപ്പിച്ചറിയോ? ഈ പ്രപഞ്ചത്തിലുണ്ടായ ചില എന്താണ് പിന്നെ ഊർജങ്ങൾ ഇതാക്കി എന്ന് പറഞ്ഞ വലിയ സംഭവം. ഞാൻ ചോദിച്ചല്ല, മണ്ടത്തരം പറയണതിന് കുറച്ച് കണക്കില്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ പറയാം അത് പ്രപഞ്ചത്തിലുള്ള ചില ഊർജങ്ങളാണ്. അത് ഉള്ള പ്രപഞ്ചത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചല്ലേ ചങ്ങാതി ബിഗ് ബാങ്. മണ്ടത്തരം പറയണോ? ബിഗ് ബാങ് പ്രപഞ്ചം ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഉണ്ടായ ഉണ്ടായ പ്രപഞ്ചത്തിലുള്ള മാറ്റമായിരുന്നില്ലേ അത് ഈ ബിഗ് ബാങ്? പിന്നെ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഒക്കെയായി അത് കാനത്താറു എന്ന് ഖുർആൻ പറഞ്ഞ ആ സംഭവം ബിഗ് ബാങ്. ആ സംഭവം നടന്നപ്പോഴാ പ്രപഞ്ചത്തിന്റെ പിന്നെ ഖിൽഖത്തിന് ശേഷമാണ് പ്രപഞ്ചം ഉണ്ടായി. പ്രപഞ്ചം എന്ന ഒന്ന് സംവിധാനിക്കപ്പെട്ടതിന് ശേഷം ആ പ്രപഞ്ചത്തിലുണ്ടായ മാറ്റമായിരുന്നു ബിഗ് ബാങ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു ഇളിച്ചു കാട്ടലും കാട്ടുക. കാരണം സയൻസിന് പറയാൻ കഴിയില്ല. സയൻസിന് ബിഗ് ബാങ് തന്നെ എന്തുമാത്രമാണ്? കേവലം ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. കേവലം ഒരു കാഴ്ചപ്പാട്, അവരുടേതായ ഭാവന. ആ ഭാവനക്കപ്പുറം അതിനൊരു ചുക്കുമില്ല. അതിനൊന്നും തെളിയിക്കാനും പറ്റൂല. തെളിയിക്കാൻ അവരെ